So നമ്മുടെ third question എന്ന് പറയുന്നത് find the output of the LTI system whose impulse response is given by h of t to the input x of t. Okay, so h of t തന്നിട്ടുണ്ട്, x of t തന്നിട്ടുണ്ട്. impulse response output of the system ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് ഓഫ് ദ സിസ്റ്റം ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് നമുക്കറിയാം y of t എന്ന് പറയുന്നത് is equal to x of t convolution h of t ആണ്. ഓക്കെ, സോ h of t ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, h of t തന്നിട്ടുണ്ട്, y of t കണ്ടുപിടിക്കാനാണ്. ഓക്കെ, സോ ഗ്രാഫിക്കൽ മെത്തേഡിൽ ചെയ്യാനുള്ള പ്രോബ്ലമാണ്. ഓക്കെ, സോ നമുക്ക് ആദ്യം പ്ലോട്ട് ചെയ്യണം. സ്റ്റെപ്പ് 1 എന്താണ്? പ്ലോട്ട് എക്സ് ഓഫ് ടോ. എക്സ് ഓഫ് ടോ പ്ലോട്ട് ചെയ്യാനുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, 2 - 2 ടോ. എക്സ് ഓഫ് ടോ പ്ലോട്ട് ചെയ്തു. ഓക്കെ, ഇനി പ്ലോട്ട് എച്ച് ഓഫ് ടോ. എച്ച് ഓഫ് ടോ പ്ലോട്ട് ചെയ്യണം. ഓക്കെ, നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എച്ച് ഓഫ് ടി ഈസ് ഈക്വൽ ടു യു ഓഫ് ടി മൈനസ് യു ഓഫ് ടി മൈനസ് 1. ഓക്കെ, ദാറ്റ് ഈസ് എ സിഗ്നൽ സ്റ്റാർട്ടിങ് അറ്റ് 0 to 1. ഓക്കെ, സോ h of tau will be a signal from 0 to 1. ഓക്കെ, ഇതായിരിക്കും h of tau എന്ന് പറയുന്നത്. കാരണം എന്താണ്? u of t എന്ന് പറയുന്നത് 0-ൽ നിന്ന് ഇൻഫിനിറ്റി വരെ, u of t മൈനസ് 1 എന്ന് പറയുന്നത് 1-ൽ നിന്ന് ഇൻഫിനിറ്റി വരെ. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? ഒരു പൾസ് ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി എച്ച് ഓഫ് മൈനസ് ടോ പ്ലോട്ട് ചെയ്യുക. പ്ലോട്ട് എച്ച് ഓഫ് മൈനസ് ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവേഴ്സ് ആണ് പ്ലോട്ട് ചെയ്യേണ്ടത്. എച്ച് ഓഫ് മൈനസ് ടോ എന്ന് പറയുന്നത് 0-ൽ തുടങ്ങി -1-ൽ വന്ന് എൻഡ് ചെയ്യുന്ന സിഗ്നലാണ് എച്ച് ഓഫ് മൈനസ് ടോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്ലോട്ട് ചെയ്യണം. t <0 ആണ് ഞാൻ ആദ്യത്തെ കണ്ടീഷൻ എടുക്കുന്നത്. പ്ലോട്ട് ചെയ്യണം h ഓഫ് t മൈനസ് ടോ. ഫോർ t <0 ആണെങ്കിൽ 0 ഉണ്ട് ഇവിടെ, എൻ്റെ t എനിക്കിവിടെ ഉണ്ട്. ഓക്കെ, t ടു t മൈനസ് 1 ആയിരിക്കും. 0-ലുള്ള വാല്യൂ ടിയിലാകുമ്പോൾ -1-ലുള്ളത് t മൈനസ് 1-ലാവും. ഓക്കെ, സോ എച്ച് ഓഫ് ടി മൈനസ് ടു എന്ന് പറയുന്നത് t തൊട്ട് t മൈനസ് 1 വരെയുള്ള ഒരു സിഗ്നലാണ് എച്ച് ഓഫ് ടി മൈനസ് ടു എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇതിന് രണ്ടിനും എന്തെങ്കിലും കോമൺ ആയിട്ടുണ്ടോ? എക്സ് ഓഫ് ടോ ഇൻറ്റു എച്ച് ഓഫ് ടി മൈനസ് ടോ ഫോർ t <0 ഇല്ല. സോ y ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? is equal to integral -∞ to ∞ x of tau h of t minus tau. ഈ ഒരു കേസിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, t <0-ൽ 0 ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് t ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1 എടുക്കാം. ഓക്കെ, t ഈസ് in between 0 and 1. ഓക്കെ, സോ ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? എച്ച് ഓഫ് ടി മൈനസ് ടോ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? 0-ക്കും 1-നും ഇടയ്ക്കായിരിക്കും. ഓക്കെ, ആൻഡ് ആയിരിക്കും ടി. And here it will be t minus 1 and here it will be -1. ഓക്കെ, ഞാൻ ഇതും കൂടി ഇങ്ങോട്ടേക്ക് വലിക്കുകയാണ്. സോ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആണ്. ആൻഡ്
എനിക്ക് 2 ഉണ്ടെങ്കിൽ 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിഗ്നൽ 1ൽ വരും, -2ൽ ചെല്ലും, ആൻഡ് 2ൽ വന്ന് എൻഡ് ചെയ്യും. ഓക്കെ, ദിസ് ഇസ് -2. ഇത് രണ്ടും കൂടെ കൺവല്യൂട്ട് ആവുന്ന ഭാഗമാണ് y ഓഫ് ടി എന്ന് പറയുന്നത്. ഓക്കെ, സോ കൺവല്യൂട്ട് രണ്ടും വരുന്ന ഭാഗം എത്രയേ ഉള്ളൂ? ഓക്കെ, ഇത്രയും പോർഷനേ ഉള്ളൂ. ഓക്കെ, കോമൺ ആയിട്ട് വരുന്ന ഇത്രയും ഒരു പോർഷനേ ഉള്ളൂ, ബാക്കിയൊന്നും കോമൺ ആയിട്ട് വരത്തില്ല. Therefore ഈ ഒരു കേസിൽ y ഓഫ് ടി ഈസ് ഈക്വൽ ടു, this is x of t convolution h of t minus tau, x of tau convolution h of t minus tau. Y of t is equal to integral -infinity to infinity x of tau h of t minus tau d tau. Okay, this is equal to, എവിടെ മാത്രമേ വാല്യൂ ഉള്ളൂ? 0 to t. ഇൻ്റഗ്രൽ 0 to t എത്രയാണ് ആ വാല്യൂ? 1 × 2 2 2 എക്സ് ഓഫ് ടോയുടെ വാല്യൂ 2, എച്ച് ഓഫ് ടി മൈനസ് ടോയുടെ വാല്യൂ 1. സോ 2 × 1 2 d tau. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 tau 0 to t, which is equal to 2t. ഓക്കെ, സോ ഈ ഒരു കേസിൽ 0യ്ക്കും 1നും ഇടയ്ക്ക് y ഓഫ് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 2t ആണ്. ഓക്കെ, നെക്സ്റ്റ് കേസ് t between 2 and 1. ഓക്കെ, t between 2 and 1. ആ സമയത്ത് നമുക്ക് വരയ്ക്കാം 0 1 2. t is between 2 and 1. So t minus 1 എവിടെ വരും? ഇവിടെ വരും t minus 1. Okay, and its magnitude will be 1. ഇനി x of tau എവിടെ വരും? x of tau എന്ന് പറയുന്നത് 2 തൊട്ടിട്ടാണ് വരുന്നത്. 2 to 1 വരും, -2ൽ വന്നിട്ട് 2ലേക്ക് വരും. ദിസ് ഇസ് -2. ഓക്കെ, സോ നമ്മൾ കോമൺ പോർഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ വരും, ആൻഡ് ഈ ഒരു പോർഷൻ വരും. ഓക്കെ, സോ y of t is equal to, ഇക്വേഷൻ എഴുതുക. ഓക്കെ, ഇവിടെ നമുക്ക് എവിടം തൊട്ട് എവിടം വരെയാണ് വാല്യൂ വരുന്നത്? t - 1 തൊട്ട് 1 വരെ. t - 1 to 1 വരെ എക്സ് ഓഫ് ടോയുടെ വാല്യൂ എന്ന് പറയുന്നത് 2, എച്ച് ഓഫ് ടോയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 d tau, പ്ലസ് 1 തൊട്ട് t വരെ എക്സ് ഓഫ് ടോയുടെ വാല്യൂ എന്ന് പറയുന്നത് -2, ആൻഡ് എച്ച് ഓഫ് ടോയുടെ വാല്യൂ, എച്ച് ഓഫ് ടി മൈനസ് ടോയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 d tau. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു 2 tau എന്താണ് t - 1 to 1 പ്ലസ് -2 tau 1 to t. Okay, this is equal to 2 minus 2t plus 1 plus 2. Okay, minus 2t plus 2. Okay, this is equal to, ഞാൻ മൈനസ് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് അങ്ങ് എഴുതുന്നതുകൊണ്ടാണ് പ്ലസ് മൈനസ്. നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, സോ -40 പ്ലസ് 6. Okay, so t between 2 and 1, it will be -40 plus 6. Okay, in next case t between 3 and 2. Okay,
3 and 2. Okay, 0, 1, 2 and 3. So t is in between 2 and 3. Therefore t minus 1 will be between 2 and 1. Okay, and x of t will be, so this is 1, this is 2, and this will be minus 2. So x of t will be plus 2 and minus 2. Okay, this is x of tau into h of t minus tau. Okay, so ഈ കേസിൽ ഏതാണ് കോമൺ പോർഷൻ ആയിട്ട് വരുന്നത്? ഈ ഒരു പോർഷൻ. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് y of t is equal to എവിടം തൊട്ട് എവിടം വരെയാണ്? t minus 1 to 2. സോ t minus 1 to 2 എത്രയാണ് വാല്യൂ? minus 2 t2, which is equal to minus 2 tau t minus 1 to 2. That is minus 2 into 4 minus t plus 1. That is minus 8, sorry, minus 10 minus 2t. Okay, minus 10 minus 2t. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് t ഗ്രേറ്റർ ദാൻ 3. സോറി ഗൈസ്, ഇവിടെ ഞാൻ എഴുതിയപ്പോൾ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. ഇവിടെ 2 ആണ്, 2. ഓക്കെ, സോ ചെയ്യുമ്പോൾ minus 4 plus 2t minus 2, that is 2t minus 6. Okay, എന്നാണ് കിട്ടുന്നത്. Okay, now t greater than 3. t greater than 3 എന്ന് പറയുമ്പോൾ x of t minus 2 എന്ന് പറയുന്നത് 4ൻ്റെയും 3യുടെയും ഇടയ്ക്കായിരിക്കും. ഓക്കെ, സോ 2ൻ്റെ ഇപ്പുറത്തായിരിക്കും. ആൻഡ് എക്സ് ഓഫ് 2 എന്ന് പറയുന്ന വാല്യൂ വിൽ ബി അപ് ടു 2. ഓക്കെ, സോ നോ കോമൺ റീജിയൻ, സോ y of t is equal to 0. സോ നമുക്ക് എഴുതാം y of t is equal to 0 for t less than 0, 2t for t between 1 and 0, minus 4t plus 6 for t between 1 and 2 and 1, and 2t minus 6 between t between 3 and 2, and 0 for t greater than 3. Okay, so ഇതാണ് കൺവല്യൂഷൻ, ഈ ക്വസ്റ്റ്യൻ്റെ കൺവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർ ദ സിസ്റ്റം
ഫോർ ദ ഗിവൺ സിഗ്നൽ പ്ലോട്ട് എക്സ് ഓഫ് 3 മൈനസ് 3t. ഓക്കെ, സോ നമ്മൾ സിഗ്നൽ ഓപ്പറേഷൻസ് പറഞ്ഞപ്പോഴേ പറഞ്ഞായിരുന്നു, ഫസ്റ്റ് ഷിഫ്റ്റിംഗ്, ദെൻ സ്കെയിലിംഗ്, ദെൻ റിവേഴ്സിങ്. ഞാൻ ഇതുപോലത്തെ ഒരു എക്സാമ്പിൾ സിഗ്നൽ ഓപ്പറേഷൻ്റെ പ്രോബ്ലത്തിനകത്ത് സിമിലർ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എക്സ് ഓഫ് 3 മൈനസ് 3t ആണ്. ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ, എക്സ് ഓഫ് മൈനസ് 3t പ്ലസ് 3. ഓക്കെ, സോ ഷിഫ്റ്റ് ചെയ്യുക. ഞാൻ എക്സ് ഓഫ് ടീനെ ആദ്യം ചെയ്യുന്നത്. സോ എക്സ് ഓഫ് ടീനെ ഷിഫ്റ്റ് ചെയ്യുവാണ്, എക്സ് ഓഫ് ടി പ്ലസ് 3 ആക്കുവാണ്. ഓക്കെ, അത് കഴിഞ്ഞ് സ്കെയിൽ ചെയ്യുവാണ്, ദാറ്റ് ഈസ് എക്സ് ഓഫ് 3t പ്ലസ് 3 ആക്കുവാണ്. അത് കഴിഞ്ഞിട്ടാണ് റിവേഴ്സ് ചെയ്യുന്നത്, എക്സ് ഓഫ് മൈനസ് 3t പ്ലസ് 3 ആണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ തന്നിരിക്കുന്ന സിഗ്നലിനെ ആദ്യം നമുക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു പ്ലസ് ചെയ്യാന്ന് പറഞ്ഞാൽ മൈനസ് ആക്കുക, മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്ലസ് ആക്കുക. ഷിഫ്റ്റിങ്ങിൻ്റെ റൂൾ അതാണ്. ഓക്കെ, സോ ഇവിടെ പ്ലസ് ചെയ്യാന്നാണ് പറയുന്നത്, സോ മൈനസ് ആക്കുക. അപ്പോൾ 0-യിലുള്ളത് എവിടെ വരും? -3 വരും. ഓക്കെ, സോ 0-യിലുള്ളത് -3 വരും, 6-ലുള്ളത് 3 വരും, -3-ലുള്ളത് -6 വരും, ആൻഡ് -6-ലുള്ളത് -9 വരും. ഓക്കെ, സോ എന്താ ചെയ്യേണ്ടത്? ഈ ഓരോ വാല്യൂസിനെ മൈനസ് ചെയ്യുക. -3 -6, അപ്പോൾ -9, -3 -3 -6 ആകും. 0 -3 -3 ആകും. +3 -3 0 ആകും. 6 -3 3 ആകും. അപ്പോൾ 6-ലുള്ളത് 3, 3-ലുള്ളത് 0, 0-ലുള്ളത് -3, -3-ലുള്ളത് -6, -6-ലുള്ളത് -9. ഓക്കെ, ഇങ്ങനെയാണ് ആക്കുന്നത്. ഓക്കെ, സോ ഹിയർ ഐ ഹാവ് 1. ഓക്കെ, സോ ഷിഫ്റ്റ് ചെയ്തു. ഇനി എന്താണ്? സ്കെയിൽ ചെയ്യുക. സ്കെയിൽ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക, ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇവിടെ എന്താണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അന്ന് പറഞ്ഞാൽ എന്താണ്? 3/3 ചെയ്യുക, -3/3 ചെയ്യുക, -6/3 ചെയ്യുക, -9/3 ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇത് എത്രയാവും? -3 ആവും, ഇത് -2 ആകും, ഇത് -1 ആകും. 0-ലുള്ളത് 0-യിൽ തന്നെ 3/3 1 ആകും. സോ നമ്മുടെ ടൈമിങ്സ് 0, 1, -1, -2, -3 ഇത്രയും മതി. ഓക്കെ, 2, 3. സോ ഇതാണ് എക്സ് ഓഫ് 3t പ്ലസ് 3, എക്സ് ഓഫ് 3t പ്ലസ് 3. ഇത് എക്സ് ഓഫ് ടി പ്ലസ് 3. ഓക്കെ, ഇനി എന്താണ്? റിവേഴ്സ് ചെയ്യുക. റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഫോൾഡ് ചെയ്യുക എന്നർത്ഥം. മിറർ ഇമേജ് എടുക്കുക. ഓക്കെ, ഇവിടെ ഞാനൊരു മിറർ ഇമേജ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മിറർ ഇമേജ് ആകുന്നതാണ് റിവേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. സോ എന്താ പറ്റുന്നത്? 1-ലുള്ളത് -1-ൽ വരും, 0-ലുള്ളത് അതുപോലെ തന്നെ -1-ലുള്ളത് 1-ൽ വരും, 2-ൽ വരും, 3-ലുള്ളത് 3-ൽ വരും, -3-ലുള്ളത് 3-ൽ വരും. ഓക്കെ, സോ ഇതാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യം. ഓക്കെ, സോ ഫസ്റ്റ് ഷിഫ്റ്റ്, ദെൻ സ്കെയിൽ, ദെൻ റിവേഴ്സിങ്. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഫോളോയിങ് സിഗ്നൽസ് ഇൻറ്റു എനർജി, പവർ ഓർ നൈദർ സിഗ്നൽസ്. ഓക്കെ, സോ എനർജി സിഗ്നൽസ് ആണെങ്കിൽ പീരിയോഡിക് സിഗ്നൽസ് എല്ലാം എനർജി പവർ സിഗ്നൽസ് ആയിരിക്കും. പീരിയോഡിക് സിഗ്നൽസ് എനർജി സിഗ്നൽസ് ആയിരിക്കും. എല്ലാം ആവണമെന്നില്ല, ക്യാൻ ബി നൈദർ പവർ നോർ എനർജി ആകാം. സോ e⁻² എന്ന് പറയുമ്പോൾ തന്നെ അത് എങ്ങനത്തെ സിഗ്നലാണ്?
ഒന്നുകിൽ ഇങ്ങനത്തെ സിഗ്നൽ ആകാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ സിഗ്നൽ ആകാം. സോ അതെന്ന് പറയുന്നത് പീരിയോഡിക് സിഗ്നൽസ് ആണോ? അല്ല. ഓക്കെ, സോ നമുക്ക് ആദ്യം എനർജി തന്നെ എന്നപ്പം കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ എനർജി ഉണ്ടെങ്കിൽ നാച്ചുറലി പവർ വിൽ ബിക്കം 0. ഓക്കെ, സോ ഇ ഈസ് ഈക്വൽ ടു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ ഡി ടി. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനും ഇത് തന്നെയാണ്, ഇ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ ഡി ടി. ഓക്കെ, എക്സ് ഓഫ് എൻ വരുമായിരുന്നെങ്കിൽ ഇവിടെ സമ്മേഷൻ ആയിരുന്നു, എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, അത് മാത്രമേ ഉള്ളായിരുന്നു വ്യത്യാസം. ഓക്കെ, സോ ഇവിടെ വരുമ്പം യു ഓഫ് മൈനസ് ടി ആണ്, അതായത് മൈനസ് ഇൻഫിനിറ്റി ടു 0. ഓക്കെ, ഇ റേസ് ടു 2t ദ ഹോൾ സ്ക്വയർ ഡി ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു integral minus infinity to 0 e raised to 4t dt. Okay, that is e raised to 4t by 4 minus infinity to 0. That is e raised to 0 minus e raised to minus infinity by 4. Okay, that is 1 minus 0 by 4, that is 1 by 4. Okay, finite. Hence the signal is energy signal. And power P is equal to 0. ഓക്കെ, പവർ പീരിയോഡിക് ആണെന്ന് പറയാൻ കാരണം നമ്മൾ ഇൻ്റഗ്രൽ എടുക്കുന്നത് -t/2 to t/2 ആയിരിക്കും എപ്പോഴും എടുക്കുന്നത്. ഓക്കെ, സോ ഇവിടെ എന്താണ്, പീരിയോഡിക് സിഗ്നൽ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എനർജി ആദ്യം ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്, ഇ റേസ് ടു -3 മോഡ് ടി. മോഡ് ടി വരുമ്പോൾ എന്തോ സംഭവിക്കുന്നത്, നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ടി മൈനസ് ആകുക എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 ടി മൈനസ് ആകും. ആ സമയത്ത് നമുക്ക് എന്തോ കിട്ടും, സ്ക്വയർ ആണ് ചെയ്യേണ്ടത്. അപ്പം 3t ആകും ഹോൾ സ്ക്വയർ ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ 0 to infinity e raised to -3t the whole square dt. Okay, t greater than 0 to infinity, t greater than 0 ആണ്. അപ്പോൾ ടി പോസിറ്റീവ് ആണ്, അതുകൊണ്ട് -3t. ഇവിടെ നെഗറ്റീവ് ആണ്, നെഗറ്റീവും പോസിറ്റീവ് ആകും. ഓക്കെ, സോ ദാറ്റ് ഈസ് e raised to 60 by 6 for minus infinity to 0 plus e raised to -60 by -6 for 0 to infinity. That is equal to e raised to 0 minus e raised to minus infinity by 6 minus e raised to minus infinity minus e raised to 0 by 6. e raised to minus infinity 0 ആകും, e raised to 0 എന്ന് പറയുന്നത് 1. ഓക്കെ, 1 by 6 plus 1 by 6, that is 1 by 3. ഹെൻസ് എനർജി സിഗ്നൽ ഫൈനൈറ്റ് ആണ്, അതുകൊണ്ട് എനർജി സിഗ്നലാണ്. ആൻഡ് പവർ ഈസ് ഈക്വൽ ടു 0. സോ രണ്ടും എനർജി സിഗ്നലാണ്. സോ പവർ ഈസ് ഈക്വൽ ടു 0. രണ്ടും ഇ റേസ് ടു ആണ്. ഇ റേസ് ടു എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം പീരിയോഡിക് സിഗ്നലാണ്, എക്സ്പോണൻഷ്യൽ സിഗ്നലാണ്. സോ പവർ ഈസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, പീരിയോഡിക് ആണെങ്കിലാണ് -t/2 to t/2 ഉള്ളൂ. ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി, ഇൻ്റഗ്രൽ -t/2 to t/2 എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ വരുന്നത്. ഓക്കെ, സോ തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ കാണാം. ഹായ് ഗൈസ്, സോ ഡിറ്റർമൈൻ ദ ഫോറിയർ സീരീസ് ഓഫ് ദ ഗിവൺ സിഗ്നൽ. ഓക്കെ, ഇത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനത്തെ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹാവിങ് ഓഡ് സിമെട്രി, ദാറ്റ് ഈസ് എന്താണ്, ഓപ്പോസിറ്റ് സൈനാണ്. എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് ഓഫ് എൻ ആണ്. സോ രണ്ട് സൈഡിലും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഹാവിങ് ഓഡ് സിമെട്രി. വേവ് ഫോം സിമെട്രിയിൽ പ്രോബ്ലംസിനകത്ത് ഈ ഒരു സിഗ്നൽ നിങ്ങൾക്ക് കാണാം. സിഗ്നൽ ഈസ് ഹാവിങ്
ഓഡ് സിമെട്രി. നിങ്ങൾ ആ പ്രോബ്ലംസ് എല്ലാം നോക്കിയിട്ട് ഇങ്ങനത്തെ സിഗ്നലിന് ഏത് ടൈപ്പ് ഓഫ് സിമെട്രീസ് ആണ് വരുന്നത് എന്നൊക്കെ നോക്കിയിട്ട് പോകണം. സോ ഓഡ് സിമെട്രി, ദെയർഫോർ A0 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം ആൻഡ് AN ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. സോ നമുക്ക് ഏത് മാത്രം മതി? BN മാത്രം മതി. ഓക്കെ, ആൻഡ് ദ സിഗ്നൽ ഇസ് വേരിയിങ് ഫ്രം, ഈ ഒരു പാർട്ട് ഞാൻ എടുക്കുകയാണെങ്കിൽ, ഓക്കെ 0 to 1 പാർട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ എൻ്റെ പോയിൻ്റ് 0,0, ഇവിടുത്തെ എൻ്റെ പോയിൻ്റ് 1,1. ഓക്കെ, സോ നമുക്ക് എഴുതാം t മൈനസ് x0 by 1 minus x2 minus x0 is equal to y minus y0 by y2 minus y0. Okay, that is t is equal to x of t. Okay, so x of t യുടെ equation കിട്ടി. x of t is equal to t for t between 1 and 0. അവിടെ നമ്മൾ 80 by എന്തോ ഒരു സിഗ്നലായിരുന്നു കിട്ടിയത്. കാരണം ഇവിടുത്തെ എക്സ് ആക്സിസിലെയും വൈ ആക്സിസിലെയും എല്ലാം വേരിയബിൾസ് വേറെ ആയിരുന്നു. ഓക്കെ, സോ ഇവിടെ നമുക്ക് എക്ക് പകരം 1 ആണ് തന്നിരിക്കുന്നത്. സോ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി. ഇങ്ങനെ എടുത്തിട്ട് ഇക്വേഷൻ എഴുതുവാണെങ്കിൽ തെറ്റത്തില്ല. ഓക്കെ, കാണാതെ പഠിക്കുന്നതിൽ നല്ലത് അതാണ്. ഇനി ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 0 to 2 ആണ്. ഇവിടുന്ന് വന്നു ഇങ്ങനെ വന്നു നെഗറ്റീവ് സൈഡ് വരുമ്പോൾ ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 2. ദെയർഫോർ omega is equal to 2 pi by t, that is equal to pi. So time period omega എന്ന് പറയുന്നത് ടൈം പീരീഡ് എന്ന് പറയുന്നത് t, സോ ഒമേഗ എന്ന് പറയുന്നത് പൈ ആണ്. ഓക്കെ, സോ ഇതും നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ എഴുതേണ്ടതാണ്. സോ നമുക്ക് എഴുതാം എന്താണ്, x of t is equal to A0യും ANഉം 0 ആയതുകൊണ്ട് summation n is equal to 1 to infinity bn sin n omega t. ഇത് മാത്രമേ ഉള്ളൂ. ആൻഡ് bn is given by, സിമെട്രിയുടെ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ 4 by t ആണ് എഴുതുന്നതെന്ന് പറഞ്ഞായിരുന്നു. 0 to t by 2 x of t sin n omega t dt. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, so which is equal to 4 by t. t എന്ന് പറഞ്ഞാൽ 2 ആണ്. so 4 by 2 integral 0 to 2 by 2, that is 1. x of t എന്ന് പറയുന്നത് t sin n ഒമേഗ എന്ന് പറയുന്ന പൈ ആണ്, n pi t dt. ഓക്കെ, that is equal to 2 into, ഓക്കെ, ടി ഇൻറ്റു സൈൻ എൻ പൈ ടി, അതായത് ഇൻ്റഗ്രൽ യു വി, ആ ഒരു ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം ഇൻറ്റു മൈനസ് കോസ് ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് എൻ പൈ ടി ബൈ എൻ പൈ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ്, ദാറ്റ് ഈസ് 1 ഇൻറ്റു ഇതിൻ്റെ ഇൻ്റഗ്രൽ, ദാറ്റ് ഈസ് minus sin n pi t by n square pi square. Okay, 0 to 1. ഓക്കെ, ഇൻ്റഗ്രൽ യു വി ഫോമാണ്. ഇതുപോലത്തെ കുറേ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു നമ്മൾ 0യും 1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ 2 ഇൻറ്റു 1 മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കോസ് എൻ പൈ ബൈ എൻ പൈ പ്ലസ് സൈൻ എൻ പൈ. ഓക്കെ, ഇവിടുത്തെ ഈ മൈനസും ഇവിടുത്തെ ഈ മൈനസും കൂടെ പ്ലസ് ആകും. ഓക്കെ, ഈ മൈനസും കൂടെ പ്ലസ് ആവും. ഞാൻ എഴുതി കഴിഞ്ഞിട്ടാണ് വന്ന് തിരുത്തിയത്, ആദ്യമേ തിരുത്തിയതല്ല. മൈനസ് ഉണ്ട് അവിടെ, ആ മൈനസും ഇവിടുത്തെ മൈനസും കൂടെ പ്ലസ് ആകും. ഓക്കെ, ആൻഡ് എൻ പൈ ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ. ഓക്കെ, മൈനസ് ടി ഉണ്ട് ആദ്യത്തെ ടേമിൽ, സോ 0 ഇടുമ്പോൾ 0 തന്നെ, മൈനസ് സൈൻ 0 ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ. ഓക്കെ, ഇനി
സൈൻ എൻ പൈ എന്ന് പറയുന്നത് 0 ആണ്, സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. കോസ് എൻ പൈ എന്ന് പറയുന്നത് -1/n ആണ്. ഓക്കെ, ദാറ്റ് ഈസ് 2 × 1 - -1/n/n π. ഓക്കെ, സോറി 1 മൈനസ് അല്ല 1 ഇൻറ്റു മൈനസ്, ഇത് കോസിൻ്റെ മൈനസ് ആണ് കേട്ടോ, സോറി, കോസിൻ്റെ മൈനസ് ഇൻറ്റു 1 × -cos n/π. ഓക്കെ, ഈ മൈനസ് ഞാൻ വെളിയിലേക്ക് എടുക്കുവാണ്. സോ -2 - 1/n/n/π. ഓക്കെ, സോ നമുക്ക് എഴുതാം bn ഈസ് ഈക്വൽ ടു, ഓക്കെ, n ഈവൻ ആകുന്ന കേസ്, n ഓഡ് ആകുന്ന കേസ്. n ഈവൻ ആകുക എന്ന് പറഞ്ഞാൽ സ്ക്വയർ ⁴ ഈവൻ ആകുമ്പോൾ എന്തോ പറ്റും, സ്ക്വയർ വരുമ്പോൾ എന്തോ പറ്റും, നെഗറ്റീവ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആകും. സോ -2/n/π. ഇനി ഓഡ് ആകുമ്പോൾ ഇവിടെ ഒരു -1 കാണും, മൈനസും കൂടെ പ്ലസ് ആവും, 2/n/π. ഓക്കെ, therefore x of t is equal to, ആ ഇക്വേഷനിൽ നമ്മൾ bn കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുമ്പോൾ സമ്മേഷൻ n is equal to 1 to infinity -2 - 1/n/n/π sin n omega t. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ 2/π, ഇവിടെയും 2/π ഉണ്ട്. സോ 2/π ഞാൻ വെളിയിലെടുക്കുകയാണെങ്കിൽ ആദ്യം 1 കൊടുക്കുമ്പോൾ പ്ലസ് ആണ് വരുന്നത്. ആദ്യത്തെ ടേം 1 ആണ്, സോ ഓഡ് ടേം ആണ് വരുന്നത്. സോ എന്നിന് 1 കൊടുക്കുമ്പോൾ സൈൻ ഒമേഗ ടി എന്ന് വരും. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് എഴുതാം 2/π ഇൻ്റഗ്രൽ n ഈസ് ഈക്വൽ ടു -+1 to infinity -1/n sin n omega t by n എന്ന്. ഓക്കെ, സൈൻ ഒമേഗ ടി മൈനസ് sin 2 omega t by 2 plus sin 3 omega t by 3 minus etc. ഓക്കെ, ഇതാണ് ഗിവൺ സിഗ്നലിൻ്റെ ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഈ സിഗ്നലിൻ്റെ ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷനാണ് നമ്മൾ കണ്ടത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, compute and sketch the magnitude and phase spectrum of the given signal. ഓക്കെ, ഈ സിഗ്നലിൻ്റെ, ഈ രണ്ട് സിഗ്നലിൻ്റെ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രവും അതുപോലെ തന്നെ ഫേസ് സ്പെക്ട്രവും സ്കെച്ച് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. നമ്മൾ ചെയ്തിട്ടുണ്ട് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ്പോണൻഷ്യൽ സിഗ്നലിനകത്ത് എ ഇല്ലായിരുന്നു എന്നേ ഉള്ളൂ, e⁻⁻ mod t ചെയ്തിട്ടുണ്ട് for a greater than 0. Okay, so x of omega is equal to integral -∞ to infinity a e⁻⁻ mod t into e⁻−j⁻t dt. ഓക്കെ, എന്താണ് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ. ഓക്കെ, സോ നമുക്കറിയാം മോഡ് ടി എന്ന് പറഞ്ഞാൽ, ഇച്ചിരി മുമ്പേ ഒരു മോഡ് ടി വന്നപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്, -∞ to 0 ഒരു ടേം ആയിട്ട് എടുക്കുക, 0 to infinity വേറൊരു ടേം ആയിട്ട് എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു, ഓക്കെ, എ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്, -∞ to 0 e⁻, ആ സമയത്ത് ടി നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവും പോസിറ്റീവ് ആകും, e⁻−j⁻t dt പ്ലസ് integral 0 to infinity e⁻⁻at e⁻−j⁻t dt. Okay, that is equal to a into integral -∞ to 0 e⁻⁻j⁻t dt plus integral 0 to infinity e⁻a plus j⁻t dt. Okay,
that is equal to a into e raised to a minus j omega t by a minus j omega plus e raised to minus a plus j omega t by minus a plus j omega. Okay, ഇതിൻ്റെ ലിമിറ്റ് 0 മൈനസ് ഇൻഫിനിറ്റി ടു 0, ഇതിൻ്റെ ലിമിറ്റ് 0 to infinity. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു a into e raised to 0 minus e raised to minus infinity divided by a minus j omega minus e raised to minus infinity minus e raised to 0 divided by a plus j omega. ഓക്കെ, ഇത് രണ്ടും ഇതായി പോവും, 0 ആയി പോവും. ഓക്കെ, ദാറ്റ് ഈസ് a into 1 by a minus j omega minus 1 by a plus j omega. Okay, that is equal to a into a plus j omega minus a plus j omega. Sorry. ഓക്കെ, ഇവിടെ ഈ മൈനസും ഈ മൈനസും കൂടെ പ്ലസ് ആവും. സോറി, ഞാനത് എഴുതിയില്ല. ഈ മൈനസും കൂടെ പ്ലസ് ആവും. ഹെൻസ് ജെ ഒമേഗ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഓക്കെ, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ജെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. ഓക്കെ, മൈനസും പ്ലസ് ആകും. ജെ ടൈം വരുമ്പോൾ പ്ലസ് ആയിരിക്കും നടുക്ക് വരുന്നത്. ഓക്കെ, ജെ ഒമേഗയും ക്യാൻസൽ ആകും. നിങ്ങൾക്ക് കിട്ടും a 2a ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഫോർ a ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ഇനി ഇതിനകത്ത് ജെ ടൈം ഉണ്ടോ? ഇല്ല, ജെ ടൈം വരത്തില്ല. ഓക്കെ, കാരണം എന്താ? ജെ ടൈം ഇല്ല. ജെ ടൈം ഇല്ലാത്തതുകൊണ്ട് ഇതെന്താണ്? മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്, ഇമാജിനറി പാർട്ട് ഇല്ല. ഇമാജിനറി പാർട്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എഴുതാം ആംഗിൾ ഓഫ് എക്സ് ഓഫ് ഒമേഗ ഈസ് ഈക്വൽ ടു 0 സിൻസ് ദർ ഈസ് നോ ഇമാജിനറി പാർട്ട്. ഇമാജിനറി പാർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടാൻ ഇൻവേഴ്സ് ബി ബൈ എ എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റത്തുള്ളൂ. ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് ഒമേഗ വിൽ ബി എന്താണ്? ആ കിടന്നിരുന്ന മാഗ്നിറ്റ്യൂഡ് തന്നെയാണ് മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഓക്കെ, സോ നമ്മൾ എഴുതുവാണെങ്കിൽ ഒമേഗ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് ഒമേഗ 0 ആകുമ്പോൾ 2a ബൈ എ ആയിരിക്കും മാഗ്നിറ്റ്യൂഡ്. ഇൻഫിനിറ്റി ആകുമ്പോൾ 0 ആയിരിക്കും. മൈനസ് ഇൻഫിനിറ്റി ആകുമ്പോഴും 0 ആയിരിക്കും. ഓക്കെ, ഈ ഇക്വേഷനകത്ത് ഒമേഗയ്ക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇത് 0 ആകുമ്പോൾ എ സ്ക്വയറും എയും കട്ട് ചെയ്യും. സോ a 2 ബൈ എ എന്ന് വരും. ഓക്കെ, ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ 1 ബൈ ഇൻഫിനിറ്റി 0, 1 ബൈ മൈനസ് ഇൻഫിനിറ്റിയും 0. സോ നമ്മൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ, ഇതാണ് മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം. Okay, and the highest point is 2a by a. Okay, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, x of t is equal to cos square 2 pi t plus 5 plus 2 sin 5 pi t. ഓക്കെ, ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമ്മളോട് പറഞ്ഞിരുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, നമുക്ക് പറയാം എക്സ് ഓഫ് ടി തന്നിട്ടുണ്ട്. ഓക്കെ,
cos square theta is equal to 1 minus sin square theta. Okay, sin square theta is equal to 1 plus cos 2 theta divided by 2. ഓക്കെ, ഇതിനകത്തുനിന്ന് ഈ സൈൻ സ്ക്വയർ തീറ്റ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യുമ്പോൾ കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് 1 പ്ലസ് കോസ് 2 തീറ്റ ബൈ 2 എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, സോ ഞാൻ ഈ ഒരു സാധനം ഇവിടെ കോസ് സ്ക്വയർ തീറ്റയ്ക്ക് കൊടുക്കുവാണ്. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 മൈനസ് 1 പ്ലസ് cos 2 തീറ്റയ്ക്ക് ഈ വാല്യൂ 2 പൈ ടി പ്ലസ് 5 ബൈ 2 പ്ലസ് 2 സൈൻ 5 പൈ ടി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ്, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുവാണ്, 1 ബൈ 2 മൈനസ് 1 ബൈ 2 കോസ് 4 പൈ ടി plus 10 plus 2 sin 5 pi t. Okay, 1 minus 1 by 2 എന്താണ്? 1 by 2. 1 by 2 minus 1 by 2 cos theta is equal to e raised to j theta plus e raised to minus j theta divided by 2, and sin theta is equal to e raised to j theta minus e raised to minus j theta by 2j. ഓക്കെ, ഇത്രയും ഫോർമുലാസാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ മൈനസ് 1 ബൈ 2 ഇ റേസ് ടു ജെ 4 പൈ ടി പ്ലസ് 10. ഓക്കെ, ഒരു 1 ബൈ 2 ഉണ്ട്, സോ അതിൻ്റെ കൂട്ടത്തിൽ 1 ബൈ 4 എന്ന് എഴുതി. ഓക്കെ, മൈനസ് 1 by 4 e raised to minus j 4 pi t plus 10. ഓക്കെ, അതുപോലെ ഇവിടെ 2 സൈൻ 5 പൈ ടിക്ക് ഈ ഒരു ഇത് കൊടുക്കുമ്പോൾ 2ഉം 2ഉം ക്യാൻസൽ ആയി പോവും. സോ 1 ബൈ ജെ പ്ലസ് 1 ബൈ ജെ ഇ റേസ് ടു ജെ 5 പൈ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ 5 പൈ ബൈ ജെ. ഓക്കെ, ഇത്രയും മനസ്സിലായോ? കോസ് 4t പ്ലസ് പൈ ടി പ്ലസ് 10ന് ഞാൻ ഇ റേസ് ടു ജെ തീറ്റ പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, 1 ബൈ 2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 1 ബൈ 4 ആണ്. എന്നിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു, ഇ റേസ് ടു ജെ തീറ്റ ബൈ 2 പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ ബൈ 2 ഇൻറ്റു 2, അപ്പോൾ ഇ റേസ് ടു ജെ തീറ്റ ബൈ 4 എന്ന് വരും. ഓക്കെ, ആ ഒരു ടേം അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, സോ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, 1 ബൈ 2 ഓക്കെ ഗൈസ്, ഫോർ ബിയുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് കോസ് സ്ക്വയർ 2 പൈ ടി പ്ലസ് 5 പ്ലസ് 2 സൈൻ 5 പൈ ടി. ഓക്കെ, സോ ഞാൻ കുറച്ച് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ് ഇവിടെ എഴുതുകയാണ്. കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, കോസ് സ്ക്വയർ തീറ്റയ്ക്ക് എനിക്ക് ഇങ്ങനെ ഒരു ഇത് കൊടുക്കാം. ആൻഡ് സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 minus cos 2 theta by 2. Okay, so cos square theta ഇത് ഞാൻ അവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 minus cos 2 theta by 2 എന്ന് എഴുതും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 plus 1 by 2 1 minus 1 by 2 plus 1 by 2 cos 2 theta എന്ന് എഴുതാം. Okay, that is equal to 1 minus 1 by 2, that is 1 by 2 plus 1 by 2 cos theta. ഓക്കെ, ഞാനിവിടെ ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ
ഓരോന്നും സ്പ്ലിറ്റ് ആയി. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇക്വേഷൻ തീറ്റയുടെ രൂപത്തിൽ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, സോ ഞാൻ ഈ ലാസ്റ്റ് ഇക്വേഷനാണ് ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നത്. 1/2 പ്ലസ് 1/2 കോസ് 2, തീറ്റയ്ക്ക് പകരം ഇവിടുത്തെ തീറ്റ 2πt പ്ലസ് 5 പ്ലസ് 2 സൈൻ 5πt എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 പ്ലസ് 1/2 കോസ് 4π പ്ലസ് 10 plus 2 sin 5πt. Okay, cos theta is equal to e raised to j theta plus e raised to minus j theta by 2. Okay, sin theta is equal to e raised to j theta minus e raised to minus j theta by 2j. Okay, that is equal to 1/2 plus 1/2 e raised to j 4πt plus 10, okay, by 2 plus 1/4, 2 2 കൂടെ 4 e raised to minus j 4πt പ്ലസ് 10. ഓക്കെ, ഞാൻ കോസിൻ്റെ മാത്രമേ ചെയ്തുള്ളൂ. പ്ലസ് 1/j, 2ഉം 2ഉം ക്യാൻസൽ ആവും. e raised to j 5π മൈനസ് 1/j e raised to minus j 5π. ഓക്കെ, 2ഉം ഈ 2ഉം കൂടെ ക്യാൻസൽ ആവും. e raised to j 5π മൈനസ് e raised to minus j 5π. ഓക്കെ, 1/j കൊണ്ട് ഞാൻ സ്പ്ലിറ്റ് ആക്കി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 പ്ലസ് 1/4 e raised to j 4πt പ്ലസ് 10, ഓക്കെ, പ്ലസ് 1/4 e raised to minus j 4π പ്ലസ് 10, okay, plus e raised to j 5π by j minus e raised to minus j 5π by j. ഓക്കെ, ഇത്രയും മാത്രം സ്പ്ലിറ്റ് ചെയ്താൽ മതി. നമുക്കിതിനകത്തുനിന്ന് ഫേസ് കണ്ടുപിടിക്കാം. ഫേസ് എക്സ് ഓഫ് 0 എന്ന് പറയുന്നത് എന്താണ്? 1/2. ഓക്കെ, എക്സ് ഓഫ് j 4π എന്ന് പറയുന്നത് എന്താണ്? 1/4 e raised to j 10. എക്സ് ഓഫ് മൈനസ് j 4π എന്ന് പറയുന്നത് e raised to minus j 10. എക്സ് ഓഫ് 5π എന്ന് പറയുന്നത് 1/j ആൻഡ് എക്സ് ഓഫ് മൈനസ് 5π എന്ന് പറയുന്നത് മൈനസ് 1/j. ഓക്കെ, j 5π ആൻഡ് മൈനസ് j 5π. ഓക്കെ, സോ ഇതാണ് ഫേസ് ആൻഡ് മാഗ്നിറ്റ്യൂഡ്. ഫേസ് ഓഫ് എക്സ് ഓഫ് ഒമേഗ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ എഴുതിയ ഫേസ് ആണ്. ഓക്കെ, ഇനി മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് ഒമേഗ ഇതെന്ന് പറയുന്നത് എക്സ് ഓഫ് ഒമേഗയുടെ ഫോമിലാണ്. ഈ റേസ് ടു ജെ വരുമ്പോൾ തന്നെ എക്സ് ഓഫ് ഒമേഗയുടെ ഫോമിലാണെന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് 0 എന്ന് പറയുന്നത് 1/2, എക്സ് ഓഫ് 4π പ്ലസ് ഓർ മൈനസ് 4π എന്ന് പറയുന്നത് 1/4, എക്സ് ഓഫ് പ്ലസ് ഓർ മൈനസ് 5π എന്ന് പറയുന്നത് എന്താണ്? 1. ഓക്കെ, സോ മാഗ്നിറ്റ്യൂഡ് വരയ്ക്കുവാണെങ്കിൽ നമുക്ക്
ഇങ്ങനെ വരയ്ക്കാം. 0ൽ 1/2, 4πയിൽ 1/4, -4πയിൽ 1/4 and 5πയിൽ 1. Okay, this is magnitude of x of omega. Okay, so ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഇങ്ങനെ e⁻ ഫോമിൽ എഴുതിയിട്ട് നമ്മൾ അതിൻ്റെ വാല്യൂസ് ഇങ്ങനെ കണ്ടുപിടിച്ച് എഴുതിയാൽ മതി. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഇസഡ് ട്രാൻസ്ഫോം എഴുതിയപ്പം നമ്മൾ ഇസഡ് ഇൻവേഴ്സിൻ്റെ വാല്യൂവിൻ്റെ കൂട്ടത്തിൽ കിടക്കുന്നതിനെ എടുത്ത് എഴുതിയില്ലേ? ഓക്കെ, ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ലാപ്ലാസിൻ്റെ വീഡിയോസ് കാണുവാണെങ്കിൽ നമ്മൾ ഇസഡ് ഇൻവേഴ്സിൻ്റെ കൂട്ടത്തിൽ കിടക്കുന്ന വാല്യൂവിനെ എക്സ് ഓഫ് എന്നിൻ്റെ 0, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2 അങ്ങനെ വാല്യൂസ് എഴുതിയില്ലേ? അതുപോലെയുള്ളൂ ഇങ്ങനെ കിടക്കുന്നതിൽ നിന്ന് നമ്മൾ വാല്യൂസ് കണ്ടുപിടിച്ച് എഴുതുക എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ 4th ക്വസ്റ്റ്യൻ തീർന്നു. സോ 5A എന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്റ്റെപ്പ് റെസ്പോൺസ് ഓഫ് എ സിസ്റ്റം, LTI സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഇക്വേഷനായിട്ട് തന്നിട്ടുണ്ട്. അതായത് എസ് ഓഫ് ടി ആണ് സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - e⁻t മൈനസ് t e⁻t u ഓഫ് ടി ആണ്. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എക്സ് ഓഫ് ടി കണ്ടുപിടിക്കാനാണ്. ഇഫ് y ഓഫ് ടി ഈസ് ദിസ്. ഓക്കെ, നമ്മൾ ഗിവൺ y ഓഫ് ടി എന്താണ്? 2 - 3 e⁻t പ്ലസ് e⁻−3t ഇൻറ്റു യു ഓഫ് ടി. ഓക്കെ, നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം എസ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് ടി കൺവല്യൂഷൻ യു ഓഫ് ടി. സ്റ്റെപ്പ് റെസ്പോൺസ് കിട്ടുക എന്ന് പറഞ്ഞാൽ എച്ച് ഓഫ് ടി കൺവല്യൂഷൻ യു ഓഫ് ടി. ഇൻപുട്ട് യു ഓഫ് ടി ആകുമ്പോഴാണ് എനിക്ക് സ്റ്റെപ്പ് റെസ്പോൺസ് കിട്ടുന്നത്. ഇമ്പൾസ് റെസ്പോൺസ് കൺവല്യൂഷൻ യൂണിറ്റ് സ്റ്റെപ്പാണ് സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന് ടേക്കിംഗ് ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് കിട്ടും SOS ഇസ് ഈക്വൽ ടു HOS ഇൻറ്റു യു ഓഫ് എസ്. യു ഓഫ് എസ് എന്ന് പറയും യു ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോമാണ് 1/s. ഓക്കെ, യു ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോമാണ് 1/s. ദാറ്റ് ഈസ് ഈക്വൽ ടു HOS/s. ഓക്കെ, HOS/s ഈസ് ഈക്വൽ ടു എസ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? 1/s മൈനസ് 1/s പ്ലസ് 1 മൈനസ് 1/s പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഈ ഇക്വേഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, therefore HOS is equal to ഈ എസിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1 മൈനസ് s/s പ്ലസ് 1 മൈനസ് s/s പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, കോമൺ എടുക്കുവാണെങ്കിൽ നമുക്ക് കിട്ടും s പ്ലസ് 1 the whole square minus s into s plus 1 minus s divided by s plus 1 the whole square. Okay, that is equal to ഞാനിത് കോമൺ എടുത്ത് ക്യാൻസൽ ആക്കുവാണ്. ഇവിടെ രണ്ടിടത്തും എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഉണ്ട്. സോ ഒരിടത്തുനിന്ന് ഞാൻ എസ് പ്ലസ് 1നെ വെളിയിൽ എടുക്കുവാണെങ്കിൽ എസ് പ്ലസ് 1 മൈനസ് എസ് എന്ന് വരും, വേറൊരു മൈനസ് എസ്സും ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/s പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. സോ എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1/ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. 1/s പ്ലസ് 1 ദ
ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി എച്ച് ഓഫ് എസ് ഉണ്ട്, വൈ ഓഫ് ടി ഉണ്ട്, വൈ ഓഫ് എസ് കാണാം. വൈ ഓഫ് എസ് എന്ന് പറയുന്നത് സോ വൈ ഓഫ് എസ് ഇസ് ഈക്വൽ ടു, ഇതിൻ്റെ എസ് ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ 2 ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ 2/s മൈനസ് 3/s പ്ലസ് 1 പ്ലസ് 1/s പ്ലസ് 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 3. ഓക്കെ, 2 ഇൻറ്റു s plus 1 into s plus 3 minus 3s into s plus 3 plus s into s plus 1. ഓക്കെ, ഇതിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കോമൺ ടേം ആയിട്ട് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എനിക്ക് കിട്ടും is equal to 2s square plus 8s plus 6 minus 3s square minus 9s plus s square plus s divided by s into s plus 1 into s plus 3 now. Okay, 2s square 3s square s square cancel out, 8s plus s 9s minus 9s cancel out. So that is equal to 6/s into s plus 1 into s plus 3. So ഇതാണ് y of s. Okay, so h of s കിട്ടി, y of s കിട്ടി. നമുക്കറിയാം h of s is equal to y of s by x of s. Therefore x of s is equal to y of s by h of s. Okay, that is equal to 6/s into s plus 1 into s plus 3 by 1/s plus 1 the whole square. Okay, that is equal to 6/s into s plus 1 into s plus 3 into s plus 1 the whole square. Square s plus 1 cancel agum. That is equal to 6 into s plus 1 by s into s plus 3. Okay, that is a by s plus b by s plus 3. Okay, a is equal to s into x of s for s is equal to 0. That is equal to 6s plus 1 by s plus 3 for s is equal to 0. Okay, that is 6/3, that is equal to 2, and b is equal to s plus 3 into x of s for s is equal to minus 3, that is equal to 6 into s plus 1 by s for s is equal to minus 3, that is equal to 4. Okay, so x of s is equal to ഇങ്ങോട്ട് എഴുതുവാണ് 2/s plus 4/s plus 3 എന്ന് കിട്ടി. Taking inverse L inverse of x of s, we get x of t, that is equal to 2u of t plus 4 e raised to minus 3t u of t. ഇതാണ് എക്സ് ഓഫ് ടി. ഓക്കെ, ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 8 മാർക്സ് ആണ് ക്വസ്റ്റ്യന്. ഇത്രയും ചെയ്യുന്നതിനായിരിക്കും 3 മാർക്സ്. ഓക്കെ, സോ ഇതാണ് സ്റ്റെപ്പ്. ഓക്കെ, ഇത് ഇത്രയും ഫാസ്റ്റായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഇക്വേഷനും ഓർമ്മ വേണം. സോ ഇക്വേഷൻസ് പഠിക്കുക, എന്നാൽ മാത്രമേ e raised to minus 3t u of t 1/s plus 3. ഓക്കെ, അങ്ങനത്തെ ഇക്വേഷൻസൊക്കെ അറിഞ്ഞാൽ മാത്രമേ ലാപ്ലാസ് ട്രാൻസ്ഫോം ഒക്കെ ഇവിടെ ഇത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ ഇരുന്ന് നമ്മൾ തപ്പിപ്പോകും. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സാമ്പിളിംഗ് തിയറമാണ്.
സാമ്പിളിംഗ് തിയറം എല്ലാവർക്കും അറിയാവുന്നതാണ്. ദാറ്റ് ഈസ് സാമ്പിളിംഗ് ഫ്രീക്വൻസി should be greater than or equal to 2 times the maximum frequency for the better reconstruction of the signal. Okay, അതായത് a signal can be represented discretely. Okay, ഒരു സിഗ്നലിനെ നമുക്ക് സാമ്പിൾ ചെയ്യാം, എന്നിട്ട് അതിൽ നിന്ന് തന്നെ റിക്കവർ ചെയ്യുകയും ചെയ്യാം if the sampling frequency is greater than or equal to 2 times the maximum frequency. ഓക്കെ, സോ അത് തിയറിയാണ്, നിങ്ങൾ അത് എവിടെ നോക്കിയാലും കിട്ടുന്ന തിയറിയാണ്. സോ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൈക്വിസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കാനാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 2 sin 250 pi t പ്ലസ് 3 cos സ്ക്വയർ 500 t. സോ ഈ ഒരു സിഗ്നൽ എടുക്കുകയാണെങ്കിൽ ഇതിനെ ഞാൻ x1 ഓഫ് ടി എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഒമേഗ 1 ഈസ് ഈക്വൽ ടു ഇതാണ് 250 പൈ ടി. നമുക്കറിയാം സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി എന്ന് നമ്മൾ പറയുന്ന ആ ഒമേഗയാണ് ഇത് 250 പൈ. ഓക്കെ, സോ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പൈ എഫ്. F1 is equal to 250 pi and F1 is equal to 250 pi by 2 pi. That is equal to 125 hertz. Okay, this is x2 of t. Okay, now omega 2 is equal to ഇവിടെ സ്ക്വയർ ആണ്. ഓക്കെ, സ്ക്വയർ ആകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കിടക്കുന്ന വാല്യൂവിൻ്റെ ഇൻറ്റു 2 ചെയ്തെടുക്കുക. ക്യൂബ് ആകുമ്പം ഈ കിടക്കുന്ന വാല്യൂവിൻ്റെ ഇൻറ്റു 3 എടുക്കുക. ഓക്കെ, സോ ഇത് സ്ക്വയർ ആകുമ്പം ഇതിനെ മാറ്റാൻ വേണ്ടി 500 ഇൻറ്റു 2 ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് 500 ഇൻറ്റു 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 1000. ഓക്കെ, സോ 2 പൈ F2 is equal to 1000 and F2 is equal to 1000 by 2 pi. That is equal to 500 by pi hertz. Okay, around 160 hertz varum. Okay, so total signal inde FM ennu parayunnathu is the maximum of F1, F2 ആണ്. That is equal to maximum value. ഏതാണോ മാക്സിമം അതാണ് 125,160. Okay, that is 500 by pi തന്നെയാണ് FM എന്ന് പറയുന്നത്. So FS should be greater than or equal to 2FM. Okay, that is for better reconstruction at least FS should be equal to 2FM. That is equal to 1000 by pi hertz. Okay, so ഇതിൻ്റെ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ നൈക്വിസ്റ്റ് റേറ്റ് ഇതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 10 സിങ്ക് 500 ടി. ഓക്കെ, ഇവിടെ ഒമേഗ ഈസ് ഈക്വൽ ടു 500, 2 പൈ എഫ് is equal to 500 and F is equal to or FM is equal to 500 by 2 pi. That is equal to 250 by pi hertz. Okay, and FS should be equal to 2 times FM. That is equal to 2 into 250 by pi. That is equal to 500 by pi hertz. Okay, so next question എന്ന് പറയുന്നത് a signal x of t is given by this sampling frequency ഇതാണെങ്കിൽ resultant discrete signal എത്രയാണ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിന് നമുക്ക് അറിയാം x of n is equal to x of t for t is equal to n times ts. ഓക്കെ, ഇവിടെ സാമ്പിളിംഗ് ഫ്രീക്വൻസി ആണ് തന്നിരിക്കുന്നത്, ദാറ്റ് ഈസ് എഫ് എസ്.
ഇത് നൈക്വിസ് ക്രൈറ്റീരിയയുടെ ഇക്വേഷനാണ് കേട്ടോ. അതായത് എഫ് എസ് ഇസ് ഈക്വൽ ടു 2FM എന്ന് പറയുന്നതാണ് നൈക്വിസ് ക്രൈറ്റീരിയ. സാമ്പിളിംഗ് ഫ്രീക്വൻസി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2FM എന്ന് പറയുന്നതാണ് നൈക്വിസ് തിയറം പറയുന്നത്. ഓക്കെ, സോ എഫ് എസ് ഇസ് ഈക്വൽ ടു 800 ഹെർട്സ് എന്ന് തന്നിട്ടുണ്ട്. ദെയർഫോർ ടി എസ് ഇസ് ഈക്വൽ ടു 1/fs, ദാറ്റ് ഈസ് 1/800 സെക്കൻഡ്സ്. ഓക്കെ, സോ എക്സ് എന്ന് പറയുന്നത് എക്സ് ടി അറ്റ് ടി ഈസ് ഈക്വൽ ടു എൻ ടി എസ് ആണ്. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? 2 cos 400 pi t പ്ലസ് 6 cos 600 pi t. അപ്പം എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ 2 cos 400 pi t പ്ലസ് 6 cos 600 pi t for t is equal to n/800. That is equal to 2 cos 400 pi by 800 n plus 6 cos 600 pi n by 800. ഇതാണ് എക്സ് ഓഫ് എൻ. 4ഉം 8ഉം 2. Okay, that is equal to 2 cos n pi by 2 plus 6 cos 3/4 pi n. ഓക്കെ, സോ ഇതാണ് ആൻസർ. ഇതെല്ലാം 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, സോ 5th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 6, 7, 8 ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. ഓക്കെ, ബൈ.